യശോദേ, നിങ്ങൾ എന്തെങ്കിലും എന്നോട് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ? പ്രേമോളുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. പ്രേമോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമുണ്ട്. നമ്മളോട് ആരോടും പറയാതെ അവൾ ഒറ്റ പോക്കങ്ങ് പോയി കളഞ്ഞു. അമ്മ എന്തായി പറയുന്നത്? പ്രേമോൾ എവിടെ പോയെന്നാ? അച്ഛന്റെ അസുഖം ഭേദമായ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാട് നടത്താമെന്ന് അവള് നേർന്നിരുന്നു. സത്യത്തിൽ ഞാൻ കരുതിയത് അസുഖം എല്ലാം ഭേദമായി കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാമെന്നാ. പക്ഷേ അവള് തനിച്ചങ്ങ് പോയി. അതെ ദേവേട്ട, ദേവേട്ടനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാ അവള് പോയത്. എവിടേക്കായാലും ശരി, ആരോടും പറയാതെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് പോവാന്നൊക്കെ പറയുന്നത് ശരിയാണോ? എന്തായാലും അവള് തിരിച്ചു വരട്ടെ. വരുമ്പോ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കിയാ മതി. അവളെന്നോട് പിണക്കാണെന്നുള്ളൊരു വിഷമം ഉള്ളിലുണ്ടായിരുന്നു. അതങ്ങ് മാറി. എന്റെ മക്കൾ എന്നെ മത്സരിച്ച് സ്നേഹിക്കുകയാണെന്ന് മനസ്സിലായി. എന്താ തിരുമേനി, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. എന്നെങ്ങനെ ഇവിടെ കിടത്താൻ തന്നെയാണോ ഉദ്ദേശം? ഒരിക്കലുമില്ല. ഇന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. പെട്ടെന്ന് കനത്ത് ജോലികളൊന്നും ചെയ്യണ്ട. അതുപോലെ തിരുമേനിയുടെ മനസ്സറിയാവുന്നോണ്ട് പറയുക, കനത്ത ഭാരങ്ങളൊന്നും തിരുമേനി തൽക്കാലം തലയിൽ കയറി വെക്കണ്ട. നല്ല കെയർ വേണം. സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കണം. ഞാൻ ഡിസ്ചാർജിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നന്ദിയുണ്ട് ഡോക്ടർ. കുറെ ദൂരെ ഇരുട്ടിലൂടെ സഞ്ചരിച്ചെങ്കിലും തിരിച്ച് ഇതുപോലെ വെളിച്ചത്ത് കൊണ്ടുവന്ന് ഇരുത്തിയതിന്. താങ്കളുടെ വിശ്വാസത്തിൽ താങ്കൾ തന്നെയല്ലേ ചെയ്യുന്നേ? മറ്റുള്ളവരുടെ വേദനകൾ പരിഹരിക്കുന്നവരാണല്ലോ നിങ്ങൾ പൂജാരിമാരും. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാൻ പറ്റുമായിരിക്കും. അവര് ബില്ലൊക്കെ റെഡിയാക്കണ്ടേ അമ്മേ? അപ്പോഴേക്കും ദേവേട്ടന് ഇത് കഴിക്കേ. അല്ല യശോദേ, രാധിക മോള്. രാധിക മോളോട് ആറ്റുവാശ്ശേരിയിലേക്ക് വരാൻ പറയാം. ദേവേട്ടൻ കഴിക്കേ. വേണ്ട, മോളെ, മോളെ